ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യയുടെ പ്രസന്റ് മീഡിയ ഇൻചാർജ് കെ താരിഖ് അഹമ്മദ് ശക്തമായി അപലപിച്ചു. ഈയിടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അരങ്ങേറിയ കിരാതമായ ഭീകരാക്രമണത്തിൽ 27 നിരപരാധികളുടെ ജീവനുകൾ പൊലിയുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യ ഈ നീചകൃത്യത്തെ രൂക്ഷമായ ഭാഷയിൽ അപലപിക്കുന്നു. ഈ നരനായാട്ട് മനുഷ്യാവകാശ ധ്വംസനമാണ്. അടിസ്ഥാനപരമായ മതതത്വങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും മാനവികതയ്ക്കും കടകവിരുദ്ധവുമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യ ഈ ദാരുണ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യയുടെ പ്രസ് ആൻഡ് മീഡിയ ഇൻചാർജ് കെ താരിഖ് അഹമ്മദ് ശക്തമായി അപലപിച്ചു. ഈ ആക്രമണം മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാകുന്നതോടൊപ്പം തന്നെ മതത്വങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും വിരുദ്ധമാണ്. എല്ലാതര ഭീകരപ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനും എതിരെ എന്നും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സമുദായമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. ഭീകരവാദത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ദൃഢമായി വിശ്വസിക്കുന്നു. ഒരു നിരപരാധിയുടെ ജീവൻ എടുക്കുന്നത് മുഴുവൻ മനുഷ്യകുലത്തെയും വധിക്കുന്നതിന് തുല്യമായ തിന്മയാണെന്ന് ഖുർആനിൽ പ്രഖ്യാപിക്കുന്നത്. ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും ഭാരവാഹികളും കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിക്കുകയും സന്തപ്ത കുടുംബങ്ങൾക്ക് സമാധാനവും സുരക്ഷയും സാന്ത്വനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.